എഞ്ചിനീയറിംഗ് 1-ലെ മൊഡ്യൂൾ 1-ൽ ചാപ്റ്റർ 2 സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ, അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് സോഴ്സസ് അവൈലബിൾ ആണ്, ഇവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി അതുപോലെ ക്വാണ്ടിറ്റി, ഒരു സോഴ്സിനെ സെലക്ട് ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ സോഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഇത്തരം സോഴ്സുകളിൽ ലഭിക്കുന്ന വെള്ളം മേജർലി പ്രസിപ്പിറ്റേഷൻ ത്രൂ ലഭിക്കുന്ന വെള്ളമാണ്. മേജർ പ്രസിപ്പിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ, സ്നോ, ഹെയിൽ, ഡ്യൂ, ഇവയിൽ നിന്നും ലഭിക്കുന്ന പ്രസിപ്പിറ്റേഷൻ വാട്ടറാണ് നമ്മുടെ മേജർ വാട്ടർ സോഴ്സ്. ഇങ്ങനെ ലഭിക്കുന്ന വെള്ളമാണ് നമ്മൾ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സിന് ശേഷം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ ലഭിക്കുന്ന വെള്ളം മെയിൻലി പ്രസിപ്പിറ്റേഷൻ വാട്ടറാണ്. സോ ഈ ഒരു സോഴ്സിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: സർഫസ് സോഴ്സസ് ആൻഡ് സബ് സർഫസ് സോഴ്സസ്. സബ് സർഫസ് സോഴ്സസിനെ അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സോഴ്സസ് എന്നും പറയുന്നുണ്ട്. സർഫസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ അവൈലബിൾ അറ്റ് ദി ഗ്രൗണ്ട് സർഫസ്. നമ്മുടെ ഗ്രൗണ്ട് സർഫസിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വാട്ടറിനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിക്കുന്ന വാട്ടറിൻ്റെ സോഴ്സിനെയാണ് സർഫസ് സോഴ്സ് എന്ന് പറയുന്നത്. സബ് സർഫസ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എക്സിസ്റ്റ് ബിലോ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് ബിലോ ആയി നമുക്ക് ലഭിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ അത്തരത്തിൽ വെള്ളം ലഭ്യമാക്കുന്ന സോഴ്സുകളെയാണ് സബ് സർഫസ് സോഴ്സസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സർഫസ് സോഴ്സസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ ആൾറെഡി പറഞ്ഞു, ഗ്രൗണ്ട് സർഫസിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഴ്സിനെയാണ് സർഫസ് സോഴ്സ് എന്ന് പറയുന്നത്. ഇത്തരം സോഴ്സുകളിൽ നമ്മുടെ എർത്ത് സർഫസിലൂടെ മേ ബി വാട്ടർ ഫ്ലോ ഉണ്ടായിരിക്കും. ചില കേസിൽ സ്റ്റിൽ വാട്ടർ ആയിരിക്കും, അതായത് ഫ്ലോബിൾ അല്ലാത്ത വാട്ടർ ആയിരിക്കും ചില സർഫസ് സോഴ്സസിൽ നിന്ന് ലഭ്യമാവുന്നത്. പക്ഷെ മറ്റു ചിലതിൽ ഫ്ലോ വാട്ടർ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്ത് തന്നെ ആയാലും ഈ സർഫസ് സോഴ്സസിനെ മെയിൻലി 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പോണ്ട്സ് ആൻഡ് ലേക്സ്, second one streams and rivers, and third one storage reservoirs, and finally oceans. ഇതിൽ അവസാനമായി പറഞ്ഞ ഓഷൻസ് ജനറലി വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ആദ്യം പറഞ്ഞ 3 കാറ്റഗറിയിലാണ് നമ്മൾ മെയിൻ സർഫസ് സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ പോണ്ട്സ് ആൻഡ് ലേക്സ്. Natural depressions formed within the surface of earth filled with water. നമ്മുടെ എർത്ത് സർഫസിൽ ഫോം ചെയ്തിട്ടുള്ള നാച്ചുറൽ ഡിപ്രഷൻസിനെയാണ് പോണ്ട്സ് അല്ലെങ്കിൽ ലേക്സ് എന്ന് പറയുന്നത്. അത്തരം സോഴ്സിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന വെള്ളം, അല്ലെങ്കിൽ ആ ഒരു സോഴ്സിനെ നമുക്ക് സർഫസ് സോഴ്സ് എന്ന് പറയാൻ പറ്റും. പോണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ ഡിപ്രഷൻ ആയിരിക്കും, ലേക്ക് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ലാർജ് ഡിപ്രഷൻസ് ആയിരിക്കും. സോ ഇത് സ്റ്റിൽ വാട്ടറാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വെള്ളമായിരിക്കും. വലിയ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അതായത് ഫ്ലോ വാട്ടർ അല്ലാത്തതുകൊണ്ട്, സ്റ്റിൽ വാട്ടർ ആയതുകൊണ്ട് ഇതിൽ ഹൈ ടോക്സിക് ആയിട്ടുള്ള എലമെൻസോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകി വരുന്ന വേസ്റ്റിൻ്റെയോ കണ്ടൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒന്നും കാര്യം ഇവിടെ ആവശ്യമായിട്ട് വരില്ല. ഈ
വീഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഗ്രോത്ത് സ്റ്റിൽ വാട്ടർ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രോത്തിന് ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ബാഡ് സ്മെല്ല്, ബാഡ് ടേസ്റ്റ്, കളേഴ്സ് ഇതെല്ലാം ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ പറഞ്ഞ 3 കാര്യം, അതായത് ആൽഗെ, വീഡ്, വെജിറ്റബിൾ ഗ്രോത്ത്, ഇതിൻ്റെ റിസൾട്ടൻ്റായിട്ട് സ്മെല്ല്, ടേസ്റ്റ്, കളറിലെല്ലാം വേരിയേഷൻസ് വരാം. ബട്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഇത്തരം വാട്ടറിന് ഉണ്ടായിരിക്കില്ല. ദെൻ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. നമുക്ക് ഈ ഒരു പോണ്ട് അല്ലെങ്കിൽ ലേക്സിൽ നിന്നും കിട്ടുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട്, മൊത്തത്തിലുള്ള വെള്ളത്തിൻ്റെ എമൗണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും. നമുക്ക് ഇത്തരം സോഴ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള വെള്ളം, അതായത് അവിടെ കിട്ടുന്ന മഴയുടെ അളവ് അല്ലെങ്കിൽ അവിടുത്തെ ജിയോളജിക്കൽ ഫോർമേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതിനെയെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എത്രത്തോളം വെള്ളം കിട്ടും എന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് വാട്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മെയിൻലി സ്മാൾ ടൗൺസിൽ അല്ലെങ്കിൽ ഹില്ലി ഏരിയയിൽ എല്ലാം നമുക്കൊരു സോഴ്സ് ഓഫ് വാട്ടർ ആയിട്ട് പോൺസ് ആൻഡ് ലേക്സിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം റെയിൻഫാൾ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിഫേർഡ് ആയിരിക്കും സീസണലി. സോ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സോഴ്സിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. സെക്കൻഡ് സർഫസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്, അരുവികളും പുഴകളും. വലിയ സ്ട്രീംസ് ആണെങ്കിൽ നമുക്കവിടെ സ്റ്റോറേജ് റിസർവോയേഴ്സ് അല്ലെങ്കിൽ ബാരേജസ് പ്രൊവൈഡ് ചെയ്തിട്ട് വെള്ളത്തിനെ കളക്ട് ചെയ്യാൻ പറ്റും. അതായത് പുഴയിലൊക്കെ തടയണ കെട്ടുക അല്ലെങ്കിൽ ബണ്ട് കെട്ടുക എന്ന് പറയുന്ന പ്രോസസ്സ്. അത്തരത്തിൽ വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷന് അല്ലെങ്കിൽ സപ്ലൈ സിസ്റ്റത്തിലേക്ക് ആവശ്യമായ വെള്ളം ഇനീഷ്യലി കളക്ട് ചെയ്യാൻ പറ്റും. സ്ട്രീമിനെ കൺസിഡർ ചെയ്യുമ്പോൾ റിവേഴ്സ്, അതാണ് നമ്മുടെ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് വാട്ടർ. ഈ റിവേഴ്സിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി വെള്ളം നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാട്ടർ സപ്ലൈ സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ റിവേഴ്സാണ്. സോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ചില ഏരിയയിൽ നമ്മളെ റിവറിൽ കിണറുണ്ടാകും. ആ കിണറിൽ കളക്ട് ചെയ്യുന്ന വെള്ളം അവിടുന്ന് പമ്പിങ് വഴി ആയിരിക്കും സ്റ്റോറേജ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ചില ഏരിയയിൽ ഇത്തരത്തിൽ തടയണകളൊക്കെ വെച്ചിട്ട് വെള്ളം ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്നും വെള്ളം കളക്ട് ചെയ്യുന്ന സിസ്റ്റവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന വെള്ളം, അതായത് ഒരു ഫ്ലോയിങ് സോഴ്സ് ഓഫ് വാട്ടർ ആണ്, സ്റ്റിൽ വാട്ടർ അല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു വെള്ളത്തിൽ വളരെയധികം സസ്പെൻഡഡ് മാറ്റേഴ്സ്, അതുപോലെ സിൽറ്റ്, സാൻഡ്, ഇതിൻ്റെ എല്ലാം പ്രസൻസിന് ചാൻസ് കൂടുതലായിരിക്കും. നമ്മുടെ ഈ പുഴയിലേക്ക് പല സ്ഥലത്തു നിന്നും പല തരത്തിൽ വേസ്റ്റും പൊല്യൂട്ടൻസും ഡിസ്പോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന വെള്ളത്തിൽ ടോക്സിക് കണ്ടൻറ്റ്, പോയ്സണസ് ആയിട്ടുള്ള കണ്ടൻറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ റിവർ സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം പ്രോപ്പർ അനാലിസിസിനും ട്രീറ്റ്മെൻറ്റിനും ശേഷം മാത്രമേ നമുക്ക് പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് തേർഡ് വൺ സ്റ്റോറേജ് റിസർവോയേഴ്സ്. ഇതിലൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഡാംസ് ആണ്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലേക്ക് അല്ലെങ്കിൽ പൂൾ, അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സിനാണ് നമ്മൾ സ്റ്റോറേജ് റിസർവോയേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഡാമിൻ്റെ കേസിൽ ആ ഒരു വലിയ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുകയാണ്. ദെൻ അതിൻ്റെ സ്റ്റോറേജ് ലിമിറ്റ് എക്സീഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അതിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നുള്ളൂ. സോ അത്തരത്തിൽ നമുക്ക് വലിയൊരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്ട് ചെയ്യാം അല്ലെങ്കിൽ പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ സ്റ്റോറേജ് റിസർവോയേഴ്സും ഒരു സർഫസ് സോഴ്സ് ഓഫ് വാട്ടറാണ്. നമ്മുടെ നാച്ചുറൽ ലേക്കിൽ ഒക്കെ പറഞ്ഞ ആ ഒരു റേഞ്ച് ഓഫ് ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഈ സ്റ്റോറേജ് റിസർവോയേഴ്സിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിനും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്.
കാരണം ഇവിടെ ഫ്ലോ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആൽഗെ, വെജിറ്റബിൾസ്, പ്ലാന്റ്സ് പോലുള്ള ഗ്രോത്തിന് ചാൻസ് കൂടുതലാണ്. സോ അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് കളേഴ്സിലും ടേസ്റ്റ്, സ്മെൽ ഇതിലെല്ലാം ഒരു ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അടുത്തതായി ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സർഫസ് വാട്ടർ. സോ ഈ സർഫസ് വാട്ടർ ആൾ ടുഗദർ കൺസിഡർ ചെയ്യുമ്പോൾ ജനറലി കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിന് ശേഷം മാത്രമേ നമുക്ക് ഫർദർ യൂസിന് വേണ്ടിയിട്ട് ഈ വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കണ്ടാമിനേഷന് പല കാരണങ്ങളുണ്ട്. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ റെയിൻ വാട്ടർ ത്രൂ വരുന്ന ഡസ്റ്റ് അല്ലെങ്കിൽ ഗ്യാസസ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂട്ടൻസിൻ്റെ റിസൾട്ടൻ്റായിട്ട് മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളത്തിൽ മേ ബി ഡസ്റ്റോ ഗ്യാസസോ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസോ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇത്തരം ഗ്യാസസും മറ്റും നമ്മുടെ നാച്ചുറൽ സർഫസ് സോഴ്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സെക്കൻഡ് വൺ, സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഗെറ്റ് ആഡഡ് ടു ദ വാട്ടർ. സീവേജ് വേസ്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് നമ്മുടെ റിവർ പോലുള്ള സോഴ്സിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. സോ വെള്ളം കണ്ടാമിനേറ്റഡ് ആവാനുള്ള മറ്റൊരു കാരണമാണത്. അടുത്തതായിട്ട് ഇനോർഗാനിക് ഇംപ്യൂരിറ്റീസ് ലൈക്ക് സിൽറ്റ്, ക്ലേ ഗെറ്റ് ആഡഡ് ഡ്യൂ ടു ഇറോഷൻ. ഇറോഷൻ്റെ റിസൾട്ടായിട്ട് ചളിയോ സിൽട്ടെല്ലാം നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ, ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് ഗെറ്റ് ആഡഡ് ഇൻ ദ ഫോം ഓഫ് വെജിറ്റബിൾ വാഷിംഗ്, ഡെഡ് മാറ്റേഴ്സ് എക്സെട്ര. വെജിറ്റബിൾ വേസ്റ്റ് അല്ലെങ്കിൽ ഡെഡ് മാറ്റേഴ്സിൻ്റെ എല്ലാം റിസൾട്ടൻ്റായിട്ട് ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ സ്റ്റിൽ വാട്ടറിൽ നമ്മൾ ആൾറെഡി പറഞ്ഞ ആൽഗെ, വീഡ്, അതർ പ്ലാന്റ് ഗ്രോത്തിൻ്റെ റിസൾട്ടൻ്റായിട്ട് സ്മെൽ, ടേസ്റ്റ്, കളർ ഇതിലെല്ലാം ഒരു നെഗറ്റീവ് എനർജി ഫോം ചെയ്യാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ദെൻ സർഫസ് സോഴ്സിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് ട്രൂലി ഡിപ്പെൻഡ് അപ്പോൺ റെയിൻഫാൾ. മഴയുടെ ക്വാണ്ടിറ്റിക്ക് അല്ലെങ്കിൽ മഴയുടെ തോതിനനുസരിച്ചാണ് സർഫസ് സോഴ്സിൽ നിന്നും കിട്ടുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സീസണൽ റെയിനി സീസൺ ആണെങ്കിൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ അവൈലബിൾ ആയിരിക്കും. ബട്ട് ഇൻ എ ഡ്രൈ പീരിയഡ് വളരെ ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇത്തരം സോഴ്സിൽ നിന്നും കിട്ടുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട്. സെക്കൻഡ് വൺ, സബ് സർഫസ് സോഴ്സസ് ഓർ അണ്ടർഗ്രൗണ്ട് വാട്ടർ. നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് ബിലോ കിടക്കുന്ന വെള്ളത്തിനാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരം വെള്ളത്തിൻ്റെ സോഴ്സിനെയാണ് സബ് സർഫസ് സോഴ്സസ് എന്ന് പറയുന്നത്. Here water stored in the underground reservoir through infiltration. ഇൻഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ അണ്ടർഗ്രൗണ്ടിലുള്ള റിസർവോയർസിൽ വെള്ളം എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യപ്പെടും. They are generally pure due to filtration and during percolation. അതായത് നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ ഇത്തരത്തിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്ന ആ റിസർവോയർസ് അല്ലെങ്കിൽ അത്തരം സ്റ്റോറേജ് ഏരിയയിലേക്ക് വെള്ളം ഫിൽട്രേഷനിലൂടെയാണ് എത്തിപ്പെടുന്നത്. അതായത് നമ്മുടെ മഴയിൽ നമ്മുടെ ഗ്രൗണ്ടിലെത്തുന്ന വെള്ളം നമ്മുടെ സോയിലുള്ള ഓരോ ലെയേഴ്സിലൂടെ താഴത്തേക്ക് ഇറങ്ങിയാണ് ഈ ഒരു പറയുന്ന പെർട്ടിക്കുലർ ഏരിയയിലേക്ക് എത്തുന്നത്, അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ ഇത്തരത്തിൽ സോയിലിൻ്റെ ഡിഫറൻറ്റ് സ്ട്രാറ്റത്തിലൂടെ പോകുമ്പോൾ അവിടെ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കും. അവിടെ ഈ വെള്ളത്തിലുള്ള പലതരത്തിലുള്ള മാറ്റേഴ്സിനെയും ഓരോ ലെയറിലും തടഞ്ഞു നിർത്താനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വെള്ളം ട്രൂലി പ്യുവർ ആയിരിക്കും. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ബാക്ടീരിയൽ ഇഫക്റ്റ് വളരെ ലീസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിൽ കാണുന്ന മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോൾവ്ഡ് സാൾട്ട്സ്, മിനറൽസ്, ഗ്യാസസ് ഇതിൻ്റെ എമൗണ്ട് വളരെ ഹൈ ആയിരിക്കും. കാരണം അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്തോറും ഡിസോൾവ്ഡ് സാൾട്ട്സ് അതുപോലെ മിനറൽസിൻ്റെ എല്ലാം കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വാളിറ്റി മാറ്റേഴ്സ് അണ്ടർഗ്രൗണ്ട് വാട്ടറിന് ഉണ്ടായിരിക്കും. സോ നമുക്ക് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ സർഫസിലേക്ക് അവൈലബിൾ ആക്കുന്ന ഡിഫറെൻറ്റ് സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്.
സ്പ്രിങ്സ്, ഇൻഫിൽട്രേഷൻ ഗാലറീസ്, ഇൻഫിൽട്രേഷൻ വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്. അങ്ങനെ 4 കാറ്റഗറിയിലേക്കാണ് നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസിനെ അല്ലെങ്കിൽ സബ് സർഫസ് സോഴ്സസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്പ്രിങ്സ്. It is the natural outflow of groundwater at the Earth's surface. നമ്മളെ നീരുറവ എന്നൊക്കെ പറയുന്ന ആ ഒരു സിസ്റ്റം, അതായത് നാച്ചുറലി നമ്മുടെ എർത്ത് സർഫസിലേക്ക് ജനറേറ്റ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഔട്ട്ഫ്ലോയാണ് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ നമുക്ക് വെള്ളത്തിനെ കളക്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ഇൻഫിൽട്രേഷൻ ഗാലറീസ് ഓർ ഹൊറിസോണ്ടൽ വെൽ. നമ്മുടെ റിവറിൻ്റെ എല്ലാം ബാങ്കിൻ്റെ സൈഡിൽ ചെറിയ ഹൊറിസോണ്ടൽ ടണൽസ് ഷാലോ ഡെപ്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിലേക്ക് ബിയറിംഗ് സ്ട്രാറ്റയിലൂടെ വെള്ളം കളക്ട് ചെയ്ത് പമ്പിങ് വെച്ച് നമ്മളെ ഫർദർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലേക്ക് വെള്ളം എത്തിക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് ഇൻഫിൽട്രേഷൻ ഗാലറീസിൽ വരുന്നത്. അതായത് നമ്മുടെ റിവറിൻ്റെ ബാങ്കിൽ ഷാലോ ഡെപ്തിലുള്ള ടണൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് റിവർ സൈഡിൽ നിന്നുള്ള വെള്ളം ബിയറിങ്ങിലൂടെ ഈ ഒരു പെർട്ടിക്കുലർ ടണൽ ഏരിയയിൽ കളക്ട് ചെയ്യപ്പെടും. അവിടെ നിന്ന് നമ്മൾ പമ്പിങ് വഴി ഈ വെള്ളത്തിനെ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്കവിടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ ഈ ഒരു മെത്തേഡിലൂടെ കളക്ട് ചെയ്യാനുള്ള മെഷർ ആയിരിക്കും. തേർഡ് വൺ, ഇൻഫിൽട്രേഷൻ വെൽസ്. നമ്മൾ ഇൻഫിൽട്രേഷൻ ഗാലറീസ് പറഞ്ഞ പോലെ തന്നെ റിവറിൻ്റെ തീരത്ത് ഒരു സീരീസിൽ ചെറിയ ഡെപ്തിലുള്ള വെൽസ് കൺസ്ട്രക്ട് ചെയ്ത് അതിലേക്ക് സീപ്പേജ് ത്രൂ വെള്ളം അവൈലബിൾ ആക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പമ്പിങ് വഴി നെക്സ്റ്റ് യൂണിറ്റിലേക്ക് എത്തിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ഇൻഫിൽട്രേഷൻ വെൽസ് എന്ന് പറഞ്ഞാൽ. ഇത് ആൾറെഡി നമ്മുടെ റിവർ ബാങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ അവൈലബിൾ ആയിരിക്കും. സോ നമ്മളവിടെ ചെറിയ ഡെപ്തിൽ ചെറിയ വെൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വെള്ളം പമ്പിങ് വഴി യൂണിറ്റിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ഇൻഫിൽട്രേഷൻ വെൽസിൽ നടക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്. കിണറും കുഴൽ കിണറും. ഡയമീറ്റർ കൂടി ഡെപ്ത് കുറഞ്ഞ് നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്ന അറേഞ്ച്മെൻറ്റാണ് വെൽസ് എന്ന് പറയുന്നത്. ട്യൂബ് വെൽസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഡയമീറ്ററിൽ ലോങ് ഡെപ്തിൽ കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം സ്റ്റോർ ചെയ്യുന്ന അറേഞ്ച്മെൻറ്റാണ് ട്യൂബ് വെൽസ്. സോ ഈ 2 സോഴ്സിൽ നിന്ന് നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ കളക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ വെൽസും ട്യൂബ് വെൽസും നമ്മൾ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ അല്ലാതെ തന്നെ ഡയറക്റ്റ് യൂസിന് വേണ്ടിയും ഉപയോഗിക്കുന്ന 2 കാറ്റഗറീസാണ്. നെക്സ്റ്റ്, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നും ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് കണ്ടാമിനേറ്റഡ് ആയിരിക്കും കമ്പയറിംഗ് ടു സർഫസ് സോഴ്സ്. സബ് സർഫസ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന വെള്ളം ലെസ് പൊല്യൂട്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബാക്ടീരിയൽ അറ്റാക്കും വളരെ കുറവായിരിക്കും. ഇവിടെ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോൾവ്ഡ് സാൾട്ട്സ്, മിനറൽസ്, ഗ്യാസസ് ഇതിൻ്റെ പ്രസൻസ് കാരണം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ടേസ്റ്റ്, ഓഡേഴ്സ്, ഹാർഡ്നെസ്, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഹൈലി പൊല്യൂട്ടഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയൊരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട്, ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മൈനർ ട്രീറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് ഈ ഒരു വെള്ളത്തിനെ സപ്ലൈ സിസ്റ്റത്തിലേക്ക് അലോ ചെയ്യാൻ സാധിക്കും. ദെൻ ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയുമ്പോൾ കമ്പയറിംഗ് ടു സർഫസ് സോഴ്സ് വളരെ ലീസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടറാണ് നമുക്ക് അണ്ടർഗ്രൗണ്ട് സോഴ്സിൽ നിന്നും കിട്ടുന്നത്. ഇത് മേജർലി നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജിനെയും അതുപോലത്തെ അവിടുത്തെ ജിയോളജിക്കൽ ഫോർമേഷൻ്റെയും പ്രോപ്പർട്ടീസിനെയും കണ്ടീഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും സർഫസ് സോഴ്സിൽ നിന്ന് കിട്ടുന്നതിൻ്റെ വളരെ ലീസ്റ്റ് എമൗണ്ട് മാത്രമേ നമുക്ക് ഈ സബ് സർഫസ് സോഴ്സിൽ നിന്നും അവൈലബിൾ ആവുള്ളൂ. അടുത്തതായിട്ട് ഈ 2 സോഴ്സിൻ്റെയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ഫസ്റ്റ് കമ്പാരിസൺ നടത്തുന്ന ഫാക്ടർ ക്വാളിറ്റിയാണ്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്
എന്തായാലും ബ്രീഫ്ലി നമുക്കൊന്നുകൂടെ നോക്കാം. സർഫസ് സോഴ്സിൻ്റെ കേസിൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഗ്യാസസ് അല്ലെങ്കിൽ ഡസ്റ്റ്, റെയിൻ വാട്ടറിൽ വരുന്ന ഗ്യാസസും ഡസ്റ്റിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ട് വെള്ളം കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സെക്കൻഡ്ലി, സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വെള്ളത്തിലേക്ക് എത്തിപ്പെടുന്നതുകൊണ്ട് കണ്ടാമിനേഷനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ക്വാളിറ്റി കുറയും. തേർഡ് വൺ, ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സിൽറ്റ്, ക്ലേ എക്സെട്ര ആഡഡ് ബൈ ഇറോഷൻ. ഇറോഷൻ കാരണം ആഡ് ചെയ്യപ്പെടുന്ന സിൽറ്റും ക്ലേയും സർഫസ് വാട്ടറിൻ്റെ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാക്കും. ദെൻ ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് വെജിറ്റബിൾ വാഷിങ്സ്, ഡെഡ് മാറ്റേഴ്സ്. ഡെഡ് മാറ്റേഴ്സ് ഒന്നും വെജിറ്റബിൾ വാഷിങ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസും ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യും. ആൻഡ് ഫൈനലി, സ്റ്റിൽ വാട്ടറിൽ ആൽഗെ, വീഡ്, അതർ പ്ലാന്റ് ഗ്രോത്ത് കാരണം ഉണ്ടാകുന്ന സ്മെല്ല്, ടേസ്റ്റ്, കളേഴ്സ്, ഇതും സർഫസ് സോഴ്സിൻ്റെ ക്വാളിറ്റിയെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സെയിം ടൈം ഗ്രൗണ്ട് സോഴ്സിൻ്റെ കേസിൽ സർഫസ് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസും ഓർഗാനിക് മാറ്റേഴ്സും അതുപോലെ ബാക്ടീരിയൽ അറ്റാക്കും എല്ലാം വളരെ ലീസ്റ്റ് ആയിരിക്കും ഗ്രൗണ്ട് സോഴ്സിൻ്റെ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ കേസിൽ. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇഷ്യൂ നമ്മൾ ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ സാൾട്ട്സ് അല്ലെങ്കിൽ മിനറൽസ്, ഗ്യാസസ്, ഇത് കാരണം വരുന്ന ടേസ്റ്റ്, ഓർഡർ, ഹാർഡ്നെസ് മാത്രമായിരിക്കും ക്വാളിറ്റിയിൽ വരുന്ന ഇഷ്യൂസ്. സെക്കൻഡ് ഫാക്ടർ ഈസ് ക്വാണ്ടിറ്റി. സർഫസ് സോഴ്സിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ട്രൂലി ഡിപ്പെൻഡ്സ് അപ്പോൺ റെയിൻഫാൾ. റെയിൻഫാളിനെയാണ് സർഫസ് സോഴ്സിൻ്റെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് സീസണലി മേ ബി ഹൈ ഓർ മേ ബി ലോ ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ്. In the case of subsurface source, comparing to surface source, വളരെ ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അവൈലബിലിറ്റി ഓഫ് വാട്ടർ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജിനെയും ജിയോളജിക്കൽ ഫോർമേഷനെയും ബേസ് ചെയ്തിട്ടായിരിക്കും നിലനിൽക്കുന്നത്. ദെൻ ട്രീറ്റ്മെൻറ്റ് റിക്വയർഡ്. സർഫസ് വാട്ടറിൻ്റെ കേസിൽ അത് കണ്ടാമിനേറ്റഡ് ആയതുകൊണ്ട് തന്നെ വളരെ പ്രോപ്പറായിട്ടുള്ള അനാലിസിസും ട്രീറ്റ്മെൻറ്റും കമ്പൽസറിയാണ്. ഗ്രൗണ്ട് വാട്ടറിൻ്റെ കേസിൽ അല്ലെങ്കിൽ സബ്സർഫസ് സോഴ്സിൽ നിന്ന് ലഭ്യമാകുന്ന വെള്ളത്തിൻ്റെ കേസിൽ വളരെ മൈനർ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യമേ വരുള്ളൂ. കാരണം ഹൈലി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളൊരു വാട്ടർ അല്ല ഇത്തരം സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഇൻടേക്സ്. സർഫസ് സോഴ്സിൽ നിന്നും ഡയറക്റ്റ് പമ്പിങ്ങിലൂടെയാണ് നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് സബ്സർഫസ് സോഴ്സ് നമ്മൾ സ്പ്രിങ്സ്, ഇൻഫിൽട്രേഷൻ ഗാലറീസ് അല്ലെങ്കിൽ വെൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്നുമാണ് വെള്ളം പമ്പ് ചെയ്ത് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ട് സോഴ്സിൻ്റെയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിലെല്ലാം ചോദിച്ചിട്ടുള്ളൊരു സെക്ഷനാണിത്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ, ഫാക്ടേഴ്സ് ഗവർണിംഗ് സെലക്ഷൻ ഓഫ് സോഴ്സസ്. നമ്മളൊരു സോഴ്സ് സെലക്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, ക്വാണ്ടിറ്റി ഓഫ് അവൈലബിൾ വാട്ടർ. നമ്മളൊരു പെർട്ടിക്കുലർ സോഴ്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലൈ സിസ്റ്റത്തിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ ഇനീഷ്യലി കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്വാണ്ടിറ്റി ഓഫ് അവൈലബിൾ വാട്ടർ. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നും എത്രത്തോളം വെള്ളം ലഭിക്കും, അത് നമ്മുടെ റിക്വയർമെൻറ്റിന്, നമുക്ക് സപ്ലൈ ചെയ്യാൻ ആവശ്യമായ വെള്ളത്തിൻ്റെ എമൗണ്ടിന് ബാലൻസ് ചെയ്യുമോ ഇല്ലയോ, അതിനനുസരിച്ചായിരിക്കും നമ്മൾ സോഴ്സിനെ ഫിക്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് രണ്ട് സോഴ്സസ് ലഭ്യമാണ്. അവിടെ ലഭിക്കുന്ന വെള്ളത്തിൻ്റെ എമൗണ്ടും ഡിഫറൻ്റാണ്. സോ നമുക്ക് വേണ്ട വെള്ളത്തിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ രണ്ട് സോഴ്സിൽ നിന്നും ഏത് സോഴ്സ് വേണം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ക്വാളിറ്റി ഓഫ് അവൈലബിൾ വാട്ടർ. നമുക്ക് മാക്സിമം ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോഴ്സ് അവൈലബിൾ ആണ് എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അത്തരത്തിലുള്ള സോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നെക്സ്റ്റ് സ്റ്റേജ് തൊട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളുടെ കോംപ്ലക്സ് പ്രൊസീജിയർ ഒഴിവാക്കാൻ നമുക്ക് ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം അവൈലബിൾ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ടോക്സിറ്റിയും പോയിസണസ് കണ്ടൻറ്റും എല്ലാം വളരെ കുറവാണെങ്കിൽ നമുക്ക് അത്രയും വളരെ കുറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യമേ ഉണ്ടാവും. സോ അത് കൺസിഡർ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും നമുക്ക് സോഴ്സിന് ഫിക്സ് ചെയ്യാൻ സാധിക്കും.
ദെൻ തേർഡ് വൺ, ഡിസ്റ്റൻസ് ഓഫ് സോഴ്സസ്. അതായത് നമുക്ക് സപ്ലൈ ചെയ്യേണ്ട ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് അതിന് മോസ്റ്റ് നിയർ ബൈ ആയിട്ടുള്ള സോഴ്സിനെയാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് നല്ലൊരു രീതിയിൽ റൈസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ജനറൽ ടോപ്പോഗ്രഫി ഓഫ് ഇൻ്റർവെയിനിങ് ഏരിയാസ്. നമ്മുടെ സോഴ്സിൻ്റെ ലൊക്കാലിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സിറ്റിയുടെ ലൊക്കാലിറ്റിയും അത് തമ്മിലൊരു മാച്ചിങ് ഉണ്ടായിരിക്കണം. അതായത് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺവെയൻസ് കോസ്റ്റ്, അതുപോലെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് ഇതെല്ലാം വളരെയധികം കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് നമ്മുടെ സപ്ലൈ സിസ്റ്റം ഏത് ഏരിയയിലേക്കാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിന് നിയർ ബൈ ആയി മറ്റു ഫാക്ടേഴ്സിനും സക്സസ്ഫുള്ളി മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലായിരിക്കണം നമ്മുടെ സോഴ്സിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, എലിവേഷൻ ഓഫ് സോഴ്സ്. നമുക്കറിയാം നമ്മുടെ സോഴ്സ് നമ്മുടെ സപ്ലൈ ചെയ്യേണ്ട ഏരിയയേക്കാളും ഹൈറ്റിലാണ് എങ്കിൽ നമുക്ക് ഗ്രാവിറ്റി ഫോഴ്സിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഗ്രാവിറ്റി ഫ്ലോയുടെ ബേസിൽ നമുക്ക് വെള്ളത്തിനെ അവിടുന്ന് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് വിതൗട്ട് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാടധികം എക്സ്പെൻഡിച്ചേഴ്സ് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സിറ്റുവേഷൻ എങ്കിൽ, അതായത് സോഴ്സ് ലോ ഹൈറ്റിലും സൈറ്റ് അതായത് നമുക്ക് സപ്ലൈ ചെയ്യേണ്ട ഏരിയ ഹയർ എലിവേഷനിലും ആണെങ്കിൽ നമുക്ക് പമ്പിങ് പോലുള്ള പ്രോസസ്സുകൾ കമ്പൽസറി ആയിരിക്കും. സോ എക്സ്പെൻഡിച്ചർ കൂടും. സോ ഇത്തരത്തിൽ മേൽപ്പറഞ്ഞ ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മളൊരു സോഴ്സിനെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ 2 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.